ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ നമ്മൾ വാഗമൺ എത്തി. ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് മൊട്ടക്കുന്നിലേക്കാണ്. ഡാനി കാണിക്കുന്നത് മേലെ പേപ്പൻ, അതായത് എബി സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി നിൽക്കണുണ്ടായി. അതാണ് അവൻ ചൂണ്ടി കാണിച്ചത്. ഞാനും എഡ്വിനും ഇതിനു മുന്നേ വാഗമൺ പോയ സമയത്ത് ഈ സെയിം സിപ്പ് ലൈൻ തന്നെ ഞങ്ങൾ രണ്ടാളും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കയറാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. കുറച്ച് ദിവസമായിട്ട് എൻ്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഉണ്ടാവാതിരുന്നത്. ഇപ്പോൾ കുറച്ച് ഒരു 60% സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സൗണ്ട് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ആ മെഡോസിൽ തന്നെ ലേക്ക് ഉണ്ടായിരുന്നു. അത് അത്ര വലിയ ലേക്ക് അല്ലാത്തതുകൊണ്ട് എനിക്കും എഡ്വിനും എബിക്കൊന്നും അത് കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. നമ്മൾ പാരൻസിനെ അതിന് വരം കയറ്റി. പിന്നെ ഡാനീനെ എന്തായാലും കയറ്റാൻ പറ്റില്ല. 18 ഇയേഴ്സ് അബോവേ അവരെ കയറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് കയറാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് വെച്ച് ബാക്കി എല്ലാം അതും ഓപ്പൺ ആയിരുന്നു. എന്താ നമ്മുടെ ഭാഗ്യം നോക്കി. പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ തന്നെ കിഡ്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്കൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിച്ച് 2 മണിയോട് കൂടി നമ്മൾ റൂമിലെത്തി. ഞാനും എഡ്വിനും കൂടെ മുന്നൊരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ബുക്ക് ചെയ്ത സെയിം റൂം തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തവണയും ബുക്ക് ചെയ്തത്. കാരണം അവിടെ നിന്നുള്ള വ്യൂ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ അധികം ആരും വരില്ല കേട്ടോ. ഈ സ്ഥലം എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ തോന്നുന്നു. ഞങ്ങൾ ആദ്യം വന്നത് ഒരു മഴക്കാലത്ത്, അതുകൊണ്ട് തന്നെ ഈ തവണ വന്നതിനേക്കാളും കംപ്ലീറ്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് വന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പും കൂടെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത്തവണ ആ വാട്ടർഫോൾസിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ അതേ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.